ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ കുഞ്ചിയാർ പാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റു. കുഞ്ചിയാർപതി ഉന്നതി കുട്ടപ്പന്റെ ഭാര്യ മല്ലികയാണ് ആക്രമണത്തിന് ഇരയായത്. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. വനത്തിനുള്ളിൽ ആന വരാതിരിക്കാൻ തീയിടാൻ പോയതായിരുന്നു മല്ലിക. ഈ സമയത്ത് അപ്രതീക്ഷിതമായി എത്തിയ കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു. പ്രണയിനിയുടെ വീട്ടുകാരുടെ മതിപ്പ് നേടാൻ വാഹനാപകടം സൃഷ്ടിച്ച യുവാവും സുഹൃത്തും പിടിയിൽ. ഒന്നാം പ്രതി രഞ്ജിത്ത് രാജൻ, അജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഡിസംബർ 23 വൈകിട്ട് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ പത്തനംതിട്ടയ്ക്കടുത്ത് അജാസ് കാറിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയി. ഉടൻ പിന്നാലെ കാറിൽ വന്ന രഞ്ജിത്ത് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വാഹനാപകട കേസ് മാറ്റി നരഹത്യാ ശ്രമത്തിനുള്ള കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജ് ചികിത്സാ പിഴവ്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ തുണി മറന്നു വെച്ചു. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഡോക്ടർമാരുടെ ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചത്. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന തുണി മറന്നുവെച്ചതാണ് പരാതി. പ്രസവം കഴിഞ്ഞ് 75 ദിവസങ്ങൾക്ക് ശേഷമാണ് തുണി പുറത്തെടുത്തത്. ഡൽഹി തുർക്ക്മാൻ ഗേറ്റിൽ ഒഴിപ്പിക്കലിനിടെ സംഘർഷം. പോലീസിന് നേരെ കല്ലേറുണ്ടായി. സായിദ് ഇലാഹി മസ്ജിദിന് സമീപമുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ കനത്ത സംഘർഷമുണ്ടായത്. ഒഴിപ്പിക്കൽ നടപടികൾ തടയാൻ ശ്രമിച്ച പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. സംഘർഷത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയിൽ നിശ്ചയിച്ചിട്ടുള്ള തങ്ങളുടെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തള്ളി. സുരക്ഷാ കാരണങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗ്ലാദേശിന്റെ നീക്കം. എന്നാൽ ലോകകപ്പ് പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ ഇന്ത്യ നൽകുന്ന സുരക്ഷാ ഉറപ്പുകൾ തൃപ്തികരമാണെന്ന് ICC വിലയിരുത്തി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.